ഒരിക്കലൊരിടത്ത് ഒരു ജുബ്ബ മുതലാളി ഉണ്ടായിരുന്നു. എന്തിന്റെയും കൂടെ എക്കണോമിക്സ് ചേർത്തിളക്കുന്നത് ഒരു ഹോബി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും ഐസ് എക്കണോമിക്സ് എന്ന് വിളിച്ചു. ഒരിക്കലൊരു ഫെബ്രുവരി മാസം മുതലാളി തല പുകഞ്ഞ് ആലോചന തുടങ്ങി. അടുത്ത ബജറ്റിന്റെ പാത്രം വെക്കുമ്പോൾ എന്ത് വിളമ്പം എന്നതായിരുന്നു ആലോചന. ഖജനാവ് കംപ്ലീറ്റ് കാലിയാണ്. ഖജനാവ് മാറ്റിയിട്ട് ചുവന്ന ബക്കറ്റ് വെച്ചാലോ? പൈസ താനെ വന്ന് വീണേനെ. അങ്ങനെ ചിന്താ പബ്ലിക്കേഷൻ ആയിരിക്കവേ ഖജനാവിൽ ആരും കാണാതെ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ ഒന്നുകൂടി തട്ടിക്കുടഞ്ഞു നോക്കി. അതാ എന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞിരിക്കുന്നു. ആഹാ, കൗതുകമുള്ളൊരു കുടുക്ക. ഇത് കൊള്ളാമല്ലോ എന്ന് കരുതി വെറുതെ ഒന്ന് തലോടി. അതാ ഒരു പുകച്ചുരുൾ. തന്നെ പോലെ കുടുക്കയും തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങിയോ എന്ന് സംശയിച്ചു നിൽക്കവേ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു. കാരണഭൂതമല്ല, വെറും ഭൂതം. ചെറിയ പേടി തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ച് ചോദിച്ചു, നീ ആരാ? നീ എങ്ങനെ കുടത്തിലായത്? എന്താ നിന്റെ പേര്? ഞാനൊരു ചെറിയ ഭൂതമാണ് സാർ. എന്നെ ഒരു ധനമന്ത്രവാദി കുടുക്കയിലാക്കിയതാ. മറ്റൊരു കടുകെട്ടി ധനമന്ത്രവാദി തലോടിയാല് മോചനം കിട്ടുമെന്നും പറഞ്ഞു. ഇപ്പൊ എനിക്ക് മോചനം കിട്ടിയിരിക്കുന്നു. ഇനി എന്നെ കുടുക്കയിലാക്കരുത് പ്ലീസ്. ഓ, എന്താ നിന്റെ പേര്? നിനക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? എന്റെ പേര് കിഫ്ബി. ചോദിച്ചാൽ എത്ര കാശ് വേണമെങ്കിലും ഇട്ട് തരാൻ പറ്റും. പക്ഷെ എനിക്കൊരു സാധനം കഴിക്കാൻ തരണം. നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ? ഞാൻ ഉണ്ടാക്കിയ ഉഗ്രം വിഭവങ്ങളുണ്ട്, എടുക്കട്ടെ? സാർ, ഞാൻ പ്രേതമല്ല, ഭൂതമാണ്. എനിക്ക് അതൊന്നും വേണ്ട. മസാല ബോണ്ട കിട്ടുമോ? മസാല ബോണ്ടയോ? അതെന്താ? അത് സായിപ്പ് ഉണ്ടാക്കുന്നതാ. അന്താരാഷ്ട്ര മാർക്കറ്റിലും കിട്ടും. സായിപ്പ് ഉണ്ടാക്കുന്നതൊന്നും വാങ്ങാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ പോളിസി. പക്ഷെ നിന്റെ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മസാല ബോണ്ടയ്ക്ക് മസാല ബോണ്ട ആവശ്യത്തിന് തിന്നോ. സാർ, പിന്നൊരു കുഴപ്പമുണ്ട്. ഞാൻ തിന്നുന്ന മസാല ബോണ്ടയുടെ ശക്തി തീർന്നു കഴിയുമ്പോ കാശ് എവിടെയൊക്കെ കുടഞ്ഞിട്ടോ അവിടെയുള്ളവരൊക്കെ ഞാൻ തിന്നാൻ തുടങ്ങും. സമ്മതാണോ? അത് കുഴപ്പമില്ല, 4-5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. അന്ന് ആരൊക്കെ ബാക്കിയുണ്ടാവുമെന്ന് ആർക്കറിയാം. ഇപ്പൊ എന്തായാലും കാര്യം നടക്കട്ടെ. ഞാൻ എന്തായാലും ഈ കിഫ്ബിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നാട്ടിലോട്ട് ഇറക്കാൻ പോവാ. പൂണ്ട് വിളയാടിക്കോണം. കൂട്ടിന് ഊരിപ്പിടിച്ച വടിവാളമായിട്ട് ഒരാളെങ്കിലും ഉണ്ടാവും. പിന്നെ ഒരുത്തിന് ഊരിപ്പോവാൻ പറ്റില്ല. ഭൂതം പറഞ്ഞ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇനി റോഡിലൂടെ പോകുന്നവരെയും പാലം കടക്കുന്നവരെയും കലുങ്കിലിരിക്കുന്നവരെയും സ്കൂളിൽ പഠിക്കുന്നവരെയും എല്ലാം കിഫ്ബി തിന്നാൻ പോവുകയാണത്രേ. ഓർക്കുക, നമ്മളെല്ലാവരും ഇനി കിഫ്ബിക്ക് 3 നേരം കഴിക്കാനുള്ള യൂസർ ഫീ ആണ്.